ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. 5 മിനിറ്റ് മുമ്പല്ലേ പാർക്കിൽ കൊണ്ടുപോവാന്ന് നീ കുട്ടനെ വാക്കുകൊടുത്തത്. നീ ആ വാക്കുകൊടുത്തത് ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാ. എന്നിട്ടിപ്പോ മഹാദേവന്റെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി നീ വാക്ക് മാറ്റി പറയുന്നു. അത് മുത്തശ്ശി, എനിക്ക് പാർക്കിൽ പോയാ മതി. എന്റെ കുട്ട ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കു കൂട്ടാ. ഇല്ല, എനിക്ക് പാർക്കിൽ പോണം. എന്നെ പാർക്കിൽ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ മാലാക പറഞ്ഞ ഒന്നും ഇനി കേക്കില്ല. കുട്ടതെ കുട്ട നോക്കി, കുട്ടൻ ഇങ്ങനെ വാശി പിടിക്കാതെ ഇപ്പൊ എന്നോടൊപ്പം ഓഫീസിലേക്ക് വന്നാ വൈകിട്ട് കുട്ടനെ ഞാൻ പാർക്കിൽ കൊണ്ടുപോവാ. എന്താ അത് പോരെ? കുട്ട എന്നെ ഇപ്പൊ പാർക്കിൽ കൊണ്ടുപോയേ പറ്റൂ. ഇല്ലെങ്കിലേ ഈ ബാഗ് ഇനി എന്റെ കയ്യിലിരിക്കും. അയ്യോ കുട്ട, ഈ ബാഗ് താ. ഇല്ല, ഞാൻ തരില്ല. കുട്ട പറയുന്ന കേൾക്ക്, തരാനല്ലേ പറഞ്ഞേ. ഇല്ല, എന്നെ പാർക്കിൽ കൊണ്ടുപോന്ന് പറയേ, അപ്പൊ ഞാൻ ബാഗ് തരാം. കുട്ട ഞാൻ പറഞ്ഞില്ലേ, കുട്ടനെ ഞാൻ വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോവാം. വേണ്ട, എനിക്കിപ്പൊ പാർക്കിൽ പോണം. കുട്ട ഇങ്ങ തന്നേ. എനിക്കിപ്പൊ പാർക്കിൽ പോണെന്ന് പറഞ്ഞില്ലേ? ബാഗ് തന്നെ. പാർക്കിൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞില്ലേ? കൊണ്ടുപോകാതെ ഞാൻ ബാഗ് തരില്ല. എന്റെ ബാഗ് താ കുട്ട, ബാഗ് താ. തരില്ല. ശരി, പാർക്കിൽ കൊണ്ടുപോവാം. ഉറപ്പാണോ? ഉറപ്പ്. സത്യം? എന്റെ പൊന്നെ സത്യം. എന്നെ കൈ സത്യം ചെയ്തേ. അയ്യോ എന്റെ പൊന്നു കുട്ട, സത്യം. ഇനി ആ ബാഗ് തരാലോ? ഇനി തരാം. ആ എന്നാ താ. ശോ, അച്ഛാ ഗുഡ് മോർണിംഗ്. അച്ഛാ ഹായ്. മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങി അച്ഛാ. മോളെ, ഇന്നത്തെ മീറ്റിംഗിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഫിക്സ് അച്ഛാ. മീറ്റിംഗിന് അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് റെഡിയാണോ? റെഡിയാണ്. എങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് കൂടി അതിൽ ചേർത്താൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഓഫീസിൽ ചെന്ന ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ഞാൻ അച്ഛന് തരാം. അത് മതി മോളെ. നമ്മൾ ഓഫീസിലേക്കാണോ പോണേ? പാർക്കിലേക്കല്ലേ? ഞങ്ങൾ ഓഫീസിലേക്കല്ലേ പോണേ, പാർക്കിലേക്കാ. പാർക്കിലേക്കോ? കുട്ടാ, നമ്മൾ ഓഫീസിലേക്കാ പോകുന്നത്. അപ്പൊ എന്നെ പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതോ? പാർക്കിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ ഓഫീസിൽ പോകുന്നതാണ് അത്യാവശ്യം. അവിടെ എനിക്ക് ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് കുട്ടാ. അപ്പൊ എന്നെ മാലാക പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ? എനിക്ക് പാർക്കിൽ പോയാ മതി. എനിക്ക് പാർക്കിൽ പോണം. കുട്ടാ കുട്ടാ ഞാൻ പറയുന്ന കേൾക്ക് കുട്ടാ, പ്ലീസ്. എനിക്ക് പാർക്കിൽ പോണം. എനിക്ക് പാർക്കിൽ പോണം. പറയുന്ന കേൾക്ക് കുട്ടാ. വേണ്ട, കേൾക്കണ്ട. എനിക്ക് ഓഫീസിൽ പോകണ്ട. എനിക്ക് പാർക്കിൽ പോയാ മതി. പറയുന്നത് എന്താ ഇവിടെ ഒരു ബഹളം? ദേവികേ, എന്തിനാ നീ ഇങ്ങനൊരു നാടകം കളിക്കുന്നത്? 5 മിനിറ്റ് മുമ്പല്ലേ പാർക്കിൽ കൊണ്ടുപോവാന്ന് നീ കുട്ടനെ വാക്കുകൊടുത്തത്. നീ ആ വാക്കുകൊടുത്തത് ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതാ. എന്നിട്ടിപ്പോ മഹാദേവന്റെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി നീ വാക്ക് മാറ്റി പറയുന്നു. അത് മുത്തശ്ശി, കുട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാ. കുട്ട നിർത്താതെ വാശി പിടിച്ചതുകൊണ്ടാ കുട്ടനെ പാർക്കിൽ കൊണ്ടുപോകാന്ന് ഞാൻ സമ്മതിച്ചത്. എന്നുവെച്ച് ഓഫീസിലെ ജോലി പ്രധാനോ, അതുപോലെ തന്നെ കുട്ടന്റെ സന്തോഷവും പ്രധാനോ? അത് നീ മനസ്സിലാക്ക്. അത് രണ്ടും നിനക്ക് ഒരുപോലെ കൊണ്ടുപോകാനാവോ? ഒരുപോലെ കൊണ്ടുപോകാനാവില്ലെങ്കിൽ നീ അത് തുറന്നു പറയണം. എല്ലാം ഒരുമിച്ചു കൊണ്ടുപോയി വലിയ ആളാവാന്ന് കരുതിയ എല്ലാം കുളവാവും. സമയത്തിന് റിപ്പോർട്ടും കിട്ടില്ല, കുട്ടന്റെ മനസ്സ് വേദനിക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇവളുടെ അഭിനയം മനസ്സിലായല്ലോ. അമ്മേ, ആ, നീ ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ നിക്ക്. എനിക്ക് അതൊന്നും കേക്കണ്ട. ഞാൻ കള്ളം പറയുന്നതല്ല. ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ മറന്നിട്ടുമില്ല. കുട്ടനെ കൊണ്ട് പാർക്കിൽ പോകാന്ന് ഞാൻ സമ്മതിച്ചത് കുട്ടന്റെ വാശി ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദേവിക ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ദേവികയെ മനസ്സിലാവും. ദേവിക കുട്ടനെ കൊണ്ട് പാർക്കിലേക്ക് വെക്കുള്ളൂ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, അത് പിന്നെ മോൾക്കൊരു ടെൻഷനും വേണ്ട. ഓഫീസിൽ ഋഷി ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറായിക്കൊള്ളാം. സിദ്ധുവിനെ കെയർ ചെയ്യാനും അവനെ സന്തോഷിപ്പിക്കാനും ഇപ്പൊ ദേവിക്ക് മാത്രമേ കഴിയൂ. ദേവിക അതിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഓഫീസിലെ കാര്യങ്ങൾ ദേവികയുടെ അഭാവത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. റിപ്പോർട്ട് എപ്പോ വേണമെങ്കിലും തയ്യാറാക്കാമല്ലോ. മലകെ, നമുക്ക് പാർക്കിൽ പോവാം. ബാ. ദേവികെ, അവന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ കുട്ടനെ കൊണ്ട് പാർക്കിൽ പോയ ശേഷം ഓഫീസിൽ വരാച്ച. അത് മതി മോളെ. അത് മതി, അത് മതി, അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, സൂക്ഷിച്ചു പോണേ. ഷിദു, ആ, കുരുത്തക്കേട് കാണിക്കരുന്നല്ലേ എനിക്കറിയാം. ബാ. ശരി. അച്ഛാ, നമ്മുടെ പദ്ധതി വിജയിക്കോ? സിദ്ധുവേട്ടൻ വാശി പിടിച്ച് കരഞ്ഞ ദേവിക ചേട്ടനെ പാർക്കിലേക്ക് കൊണ്ടുപോവോ? എടാ, നീ ഇത് വീണ്ടും വീണ്ടും ചോദിക്കണ്ട. ഒരു സംശയം വേണ്ട. അവനൊന്ന് കരഞ്ഞു കാണിച്ചാൽ അപ്പ വീഴില്ലേ അവൾ. നീ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെ നടന്നിരിക്കും. നടന്നു. ഹരിയേട്ടന്റെ പ്ലാൻ കൃത്യമായിട്ട് തന്നെ നടന്നു. എന്തായി? അവൾ അവനെ കൂട്ടി പുറപ്പെട്ടോ? പുറപ്പെട്ടു. പാർക്കിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെ, പാർക്കിലേക്ക് തന്നെയാ പോകുന്നത്. സക്സസ്, സക്സസ്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അച്ഛാ. പോവാം. അതിനുമുമ്പ് എനിക്കൊരാളെ വിളിക്കാനുണ്ട്. എല്ലാം ഓക്കെയാണ്. അഭിഷേകെ, കൂടെ നിന്നോണം കേട്ടോ. ഞാൻ റെഡി. എന്നാ വാ, നമുക്ക് പോവാം. ആ മായെ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ദേവികയുടെ ഷോ ഇന്നത്തോടെ അവസാനിക്കണം. അത് അവസാനിച്ചിരിക്കും. ഞങ്ങൾ അത് അവസാനിപ്പിക്കും. അല്ലടാ, നീ നോക്കിക്കോ. നീ വേണവനെ വാ.